ആമേൻ. കർത്താവേ, സ്തോത്രം. സുഗന്ധദ്രവ്യങ്ങൾ വഹിച്ചുകൊണ്ട് കല്ലറയിലേക്ക് നടന്നുവരുന്ന സ്ത്രീകളുടെ ഹൃദയം വലിയ ദുഃഖത്താൽ ഭാരപ്പെട്ടിരുന്നു. അവർ അങ്ങയെ അത്യധികം സ്നേഹിച്ചവരായിരുന്നു. മരണത്തിൽ പോലും അങ്ങയെ ആദരിക്കുവാനും അങ്ങയുടെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹിച്ചവരായിരുന്നു. യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാർ പിൻവാങ്ങിയപ്പോൾ സധൈര്യം നിർഭയ സാക്ഷികളായി അവർ കല്ലറയിലേക്ക് നടന്നു. എല്ലാം അവസാനിച്ചുവെന്ന മനോഭാരത്താൽ അവരുടെ ഹൃദയം അപ്പോൾ തളർന്നിരുന്നു. കല്ലറയുടെ വലിയ കല്ല് എങ്ങനെയെങ്കിലും മാറ്റപ്പെടുമെന്ന പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ സുഗന്ധദ്രവ്യവുമായി അതിരാവിലെ അവർ കല്ലറയിലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുമായിരുന്നില്ല. അവരെത്തിയപ്പോൾ കല്ലറയുടെ കല്ലുകൾ നീക്കം ചെയ്തിരുന്നു. അവർ വളരെ അത്ഭുതപ്പെട്ടു പോയി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റുവാൻ കഴിയില്ലെന്ന് ചിന്തിച്ചിരുന്ന ഭയത്തിൻ്റെ, രോഗത്തിൻ്റെ, ആസക്തിയുടെ എത്രയോ വലിയ ശിലകളാണ് അവിടുന്ന് നീക്കിത്തന്നത്. കർത്താവേ, നന്ദി, സ്തോത്രം. അവൻ ഉയർത്തെഴുന്നേറ്റു, ഇവിടെ ഇല്ല എന്ന സ്വർഗീയ ദൂതന്റെ വിസ്മയ സന്ദേശം ആ സ്ത്രീകളോടൊപ്പം ഇന്ന് ഞങ്ങളും കേൾക്കുകയാണ്. വാസ്തവത്തിൽ അത് കാതുകളിലല്ല, ആത്മാവിലാണ് പ്രതിധ്വനിക്കുന്നത്. അങ്ങയുടെ കല്ലറ ശൂന്യമാണ്. മരണത്തിന്റെ മേൽ അവിടുന്ന് ജയം നേടി. അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാണ് എന്ന മാലാഖയുടെ ശബ്ദം സ്ത്രീകളിൽ അമ്പരപ്പാണുണ്ടാക്കിയത്. ഭയവും വിറയലും കൊണ്ട് അവർ പിന്തിരിഞ്ഞ് നടന്നു. ഇന്നും മരിച്ചവർക്കിടയിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ബലഹീനതയാണ് ഞങ്ങളിൽ പലരുടെയും പ്രശ്നം. ജീവൻ നൽകാൻ കഴിയാത്ത കാര്യങ്ങളിൽ ജീവൻ അന്വേഷിക്കുന്ന ഞങ്ങളോട് കർത്താവേ, ക്ഷമിക്കണമേ. മങ്ങിപ്പോകുന്ന വിജയം, തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത സമ്പത്ത്, പൊള്ളയായ അഹങ്കാരം തുടങ്ങിയ ശൂന്യമായ കല്ലറകളിൽ നിത്യജീവൻ തേടി എത്രയോ മനുഷ്യരാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിത്യജീവന്റെ തമ്പുരാനായ അങ്ങയെ കപട സിദ്ധാന്തങ്ങളിലും അനാചാരങ്ങളിലുമൊക്കെ തിരയുന്നവരുടെ ഹൃദയത്തിൽ കർത്താവേ, ദിശാബോധത്തിൻ്റെ വെളിച്ചം പകരണമേ. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുക്കിലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക എന്ന വാക്ക് കേട്ട് മഗ്ദലന മറിയം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടി. ഉത്ഥാനത്തിൻ്റെ വിസ്മയ സന്ദേശം
ലോകത്തെ മുഴുവൻ അറിയിക്കൂ എന്ന ആഹ്വാനം ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ മുഴങ്ങി. ഇന്ന് ഞങ്ങളുടെയും ഹൃദയത്തിൽ കർത്താവെ അത് മുഴങ്ങുകയാണ്. ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുവാൻ മാത്രമുള്ളതല്ല, ലോകത്തെ അറിയിക്കേണ്ട സദ്വർത്തമാനമാണ്. അതുകൊണ്ട് ഉയർപ്പിൻ്റെ പ്രത്യാശ പങ്കുവെക്കണം. ഉയർപ്പിൻ്റെ കൃപ ലോകത്തിന് കൈമാറണം. ഉയർപ്പ് നൽകിയ വീണ്ടെടുപ്പും നിത്യതയുമൊക്കെ ലോകത്തോട് പ്രഘോഷിക്കണം. പരാജയപ്പെട്ടവരും ഒളിച്ചോടിയവരുമായ ശിഷ്യന്മാരെ അങ്ങ് തിരികെ വിളിച്ച് യഥാസ്ഥാനപ്പെടുത്തി. വീണുപോയവർക്ക് വീണ്ടും അവസരം നൽകുന്ന നിന്റെ ദീർഘക്ഷമയും കൃപയും എത്രയോ അത്ഭുതമാണ്. കുറ്റബോധവും ഭയവും ശിഷ്യന്മാരുടെ ഹൃദയത്തെ വളരെ അസ്വസ്ഥമാക്കിയിരുന്നു. എന്നാൽ കർത്താവേ, പുനരുത്ഥാനം അവരുടെ എല്ലാ സംശയത്തെയും നിരാശയെയും ആകുലതകളെയുമൊക്കെ പ്രത്യാശയും ധൈര്യവുമാക്കി തീർത്തു. അത് അവരുടെ ജീവിത കഥയിൽ വിസ്മയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി. ഒരിക്കൽ ഭീരുക്കളായിരുന്നവർ ലോകത്തെ കീഴ്മേൽ മറച്ചു. കർത്താവേ, മരണം എല്ലാത്തിൻ്റെയും അവസാനമാണെന്നും പാപം ഞങ്ങളുടെ ഭാവിയെ നിർവചിക്കുന്നു എന്നും ഇനി ഞങ്ങളൊരിക്കലും വിശ്വസിക്കില്ല. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് പ്രത്യാശ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ സ്വർഗസ്ഥനായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം പുതിയ പ്രതീക്ഷയിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ലോകത്തിൻ്റെ മുമ്പിൽ പുനരുത്ഥാന ശക്തിയെ വെളിപ്പെടുത്തുന്ന സാക്ഷ്യമുള്ള ജീവിതം കർത്താവേ ഞങ്ങൾക്ക് തരേണമേ. ആമേൻ. കർത്താവേ, സ്തോത്രം. മരണത്തെ തോൽപ്പിച്ച് ലോകത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വിസ്മയ ശക്തി പ്രതിസന്ധികളിലൂടെയുള്ള നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ചാലകശക്തിയും ധൈര്യവും പകരട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.